ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ, അതാണോ അവന്? അതൊക്കെ ഓഫീസിലല്ലേ, ഇത് വീടല്ലേ. മാഡം ഏജ് ഓവറാണ്, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾ ഏജ് ഓവർ ആയത് എന്റെ കുറ്റല്ലല്ലോ. എന്താ ഒന്നുമില്ല. എന്തിനു വന്ന അവിടെ? സംഭാവനക്ക്. പിരിവിനോ? ആ പിരിവിന് ഇവിടെ ഒന്നുമില്ല. പിരിവിനേ ഇവിടെ ഒന്നുമില്ല. എനിക്ക് ജോലി ചെയ്ത് കൊതി തീർന്നിട്ടില്ല മോനെ. സത്യത്തില് എനിക്ക് ഇനി ഒരുപാട് സേവിക്കണമെന്നുണ്ട്. പക്ഷെ സർക്കാരാണെങ്കിൽ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് കൂട്ടും നാളെ കൂട്ടും പെൻഷൻ പ്രായം എന്ന് പറയുന്നത് അത്ര നാളായി. അടി കറിക്കുള്ള മീനേ ഞാൻ നമ്മളെ സുകുമാരൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടേ. മുളക് ഇട്ടാ മതി. ഞാൻ ഉച്ചക്കോട്ട് വരാം. അത് വെച്ചോ, ഞാൻ അവിടെ തിരക്കില്ല. രാഘവേട്ട, ഞാൻ പറഞ്ഞു വന്നതേ, നിങ്ങൾ ഇത് വല്ല ഭയങ്കര ദ്രോഹങ്ങൾ ചെയ്യണത്. ഈ ഒരു മാസത്തിനുള്ളിൽ എത്രാമത്തെ പിരിവിന് ഞങ്ങൾ ഇവിടെ വരുന്നെന്ന് അറിയാം നിങ്ങൾക്ക്? ഇല്ല മൊയ്തുക്ക, ഞാൻ പറഞ്ഞേക്കാം, നമ്മളിപ്പോ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് നമുക്ക് ഇതിലെല്ലാം ഇറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റൂല. നമ്മളൊരു ഇതല്ലേ, അതുകൊണ്ട് നമ്മളെ നാട്ടിൽ നടക്കുന്ന കലാസമിതിന്റെ ആയാലും അമ്പലത്തിന്റെ ആയാലും എല്ലാ പിരിവിനും നമ്മൾ തന്നെയാ ഇറങ്ങേണ്ടത്. നിങ്ങളൊരു പണി ഇതാണി, നിങ്ങളെ പേരിന് കൂടെ പിരിവ് രാഘവൻ ആയിക്കാണി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റൂല. ആള് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം. എന്തിന്റെ പിരിവിന് ഞങ്ങൾ വന്ന്? ഇന്നിപ്പോ നമ്മളൊരു ക്ലബിന്റെ, നമ്മുടെ സുഭാഷ് ക്ലബിന്റെ പിരിവിന്. നമ്മൾ സുഭാഷ് ക്ലബ്ബ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വന്നത് എന്താ സപ്താഹം നടന്നിട്ട്, അതിന്റെ മുൻ നിങ്ങൾ വന്ന് എന്റെ ഉണ്ണി അനക്കൊക്കെ വേറെന്തെങ്കിലും പണിക്ക് പോയിക്കോളൂ ഉണ്ണിയെ. ഇങ്ങനെ നീ പറയുന്നത് നാട്ടിലെ കലാ കായിക സാംസ്കാരിക പ്രവർത്തനം ഞാൻ പണിക്കോരെ നടക്കോ? അതെ അതെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? ഒറ്റ ഉദാഹരണം, ഒരു മിനിറ്റ്. ഇതല്ലേ ഇതെന്താണ്? വാഴക്കോല. അതെ, കായ്ക്കോല. ഇതല്ലേ ചെറിയ കായ്ക്കുഞ്ഞള്. ഇത് നിൽക്കുന്നത് എന്തുകൊണ്ട്? ഈ തണ്ട് ഉണ്ടായോണ്ടല്ലേ? അതാണ്. ഇതല്ല എന്റെ ക്ലബ്ബ്. ഈ തണ്ടാണ് എന്റെ മൊയ്തുക്ക. അത് ശക്തി ഉണ്ടാവണം വേണ്ടേ? ഉദാഹരണം ഇതാ, ഇതെന്റെ ഒരു ക്ലബ്ബ്, എന്റെ സുഭാഷ് ക്ലബ്ബ് തന്നെ ആയിക്കോട്ടെ. ഇതോ ഈ രാജനാട് സ്പോർട്സ് ക്ലബ്ബ്, ഇത് രണ്ടും പോയി. ഇതിനൊക്കെ ശക്തിയില്ല, എന്താക്കും? സംഭാവന കൊടുക്കണ്ടേ? ഇജിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഞാൻ തണ്ടു, നിങ്ങളൊക്കെ പയങ്ങളും അല്ലേ? ഒരു പണി ചെയ്തോ, ഒരു 23 ഉറുപ്പ്യ എന്റെ പേരിലുണ്ട് എഴുതിക്കോ. 23 ഉറുപ്പ്യ? 25 ഞാൻ തരാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ 2 കായങ്ങൾ ഇരിഞ്ഞില്ലേ, ഇപ്പൊ 2 ഉറുപ്പ്യ അങ്ങനെ കുറച്ചു. ഒരുപാട് ശീതന്റെ മാറ്റി പെരുമാറില്ല. അല്ല, പെരുമാറി പോവും രാഘവേട്ട. നിങ്ങളൊക്കെ ഒരു പണി വേണ്ട, നീ കൂടുതൽ വർത്താനത്തിനെ കണ്ട. അതാ 100 ഉറുപ്പ്യ നീ ഇരിയണ്ട. 100 ഉറുപ്പ്യ നിൽക്കണേ. 100 ഉറുപ്പ്യ ഒരു കാര്യം, ബാക്കി 23 രൂപ പഴം കഴിച്ചാലോ? ഇനി ഒരു കാര്യം, ഈ മാസം നീ വരരുതേ. ഇനി പിരിവെന്ന് പറഞ്ഞ് വന്നാൽ ഞാൻ പീടി അടച്ചോളും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഉറപ്പൊന്നും പറയണം. നിങ്ങള് ഈ ഭാഗത്ത് കൂടെ വണ്ട, ഇല്ല ഇങ്ങോട്ട് പോയാൽ മതി. എനിക്ക് മൊയ്തു പി പി എഴുതാണേ. മതി. അല്ല രാഘവേട്ട, നമ്മളെ ശീതളൻ സാറല്ലേ വരുന്നത്? ഇതെന്താ റോട്ടുമ്മ കൂടിയൊക്കെ നടക്കണേ? റിട്ടയർഡ് ആയില്ലേ? അറിയില്ലേ? റിട്ടയർഡ് ആയോ? അത് ശരി. അതന്നെ, ഇങ്ങോട്ടന്നെ വരുന്നത്. എന്താ ചൂട് പുറത്ത്, ഇറങ്ങാൻ പറ്റില്ലേ പുറത്തേക്ക്. പിന്നെ രാഘവേട്ടാ, എല്ലാവരും ഉണ്ടല്ലോ. എന്താ പോയതോ, കച്ചവടമൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലാണ്ട് പോകുന്നു. സുഖാരിക്കണല്ലോ അല്ലേ? രാഘവേട്ടാ, എന്തുണ്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ? പോന്നു. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കട്ടോ. രാഘവേട്ടാ, പാർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ വീട്ടിലെ തന്നെ ഉണ്ട്. എന്ത് കാര്യത്തിനും ഇപ്പൊ ഇറങ്ങാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അറിയിച്ചോളൂ. ചേട്ടാ, ഞാൻ എന്നെ ഏറ്റവും അടുത്ത് ചങ്ങായിക്ക് വേണ്ടിട്ട് ഓഫീസിലൊന്ന് വന്നിട്ടുണ്ടായിന്, ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിട്ട്. ബിൽഡിംഗ് പെർമിറ്റിന് വന്നിട്ടുണ്ടായില്ല. കാര്യവും നേരാക്കി തന്നിട്ടാ. എന്നൊന്നും മൈൻഡ് ചെയ്യേ. അത് ചെയ്തില്ല നിങ്ങള്, നാണക്കടായി പോയി. അല്ല, ഓഫീസിൽ വന്നപ്പോഴോ? അല്ല, അത് ചിലപ്പോ ഉണ്ണി, ഞാൻ പറയട്ടെ, നമ്മളെ ഈ ഓഫീസ് കാര്യമൊക്കെ ആകുമ്പോ ഒരുപാട് പ്രശ്നങ്ങള്, ഭയങ്കര ഒരു തിരക്കിലെങ്ങാനും വിട്ടുപോയിണ്ടാവും. അല്ലാതെ നമ്മള് നാട്ടുകാരല്ലേ, അങ്ങനെയൊക്കെ ചെയ്യോ? ഇനിയിപ്പോ എന്ത് കാര്യത്തിനും നിങ്ങൾ എന്നെ അറിയിക്കൂ. എന്തിനും ഞാൻ കൂടെ ഉണ്ട്. ക്ലബിന്റെ എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അടിച്ചു പൊളിക്കാതെ സൂപ്പർ ആക്കണം. ഇപ്പൊ സജീവമായിട്ട് പോകുന്നുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ ആവണം. ഇപ്പൊ നമ്മളെ പോലുള്ളവരും കൂടി വരുമ്പോ അത് ഒന്നും കൂടി ഉയർച്ചയിലെത്തുള്ളൂ. നമ്മളൊരു സർവീസിലിരുന്ന ആളല്ലേ കേട്ടോ. അല്ല, ഉണ്ണിയുടെ അച്ഛൻ ഇപ്പോഴും കരയോഗം പ്രസിഡന്റ് അല്ലേ? ഞങ്ങളൊക്കെ ഒരുമിച്ച് നാടകം ചെയ്തിട്ടുള്ളതാണേ. അതെ, അച്ഛൻ മരിച്ച 5-6 കൊല്ലായല്ലോ. മരിച്ചോ? ശീതാട്ടാ, മരിച്ച സമയത്ത് ഈ നാട്ടിൽ നിന്ന് എല്ലാരും കാണാൻ വന്നിട്ടുണ്ടായിനി. ശീതാട്ടിനെ ഞാൻ കണ്ടിട്ടാ. അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. നാട്ടിലായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലേത്. അല്ലെങ്കിൽ നമ്മൾ വരാതിരിക്കില്ലോ. ഞങ്ങള് നാടകത്തിന് ഞങ്ങളൊക്കെ ഒരുമിച്ചപ്പോ പി ജാൻഡിയുടെ ഒരു നാടകം ഞങ്ങൾ എടുത്ത് ചെയ്തിരുന്നു. അന്ന് ക്ലബില് നമ്മളൊക്കെ സജീവമാണ്. അപ്പൊ അന്ന് ആ സമയത്ത് ഈ നാടകത്തിലൊക്കെ ഉണ്ണിയുടെ അച്ഛൻ മൊയ്തുണ്ടായിരുന്നു. ഞാൻ ആ നാടകത്തില് വേലക്കാരൻ. ഇതുണ്ടായിരുന്നു, എനിക്ക് എന്റെ ഓർമ്മയുണ്ട്.
അപ്പൊ ഇനിയിപ്പോ ഈ റിട്ടയർഡ് ആയ സമയത്തെ എല്ലാവരായിട്ടൊക്കെ ഒന്ന് നമുക്ക് ഒത്തുകൂടി ഒരു ഭംഗിയാക്കണം എന്നൊരു തോന്നല്. ഇപ്പം ആ റിട്ടയർഡിന് ശേഷം അതെ. അപ്പൊ എന്ത് കാര്യത്തിനും സമീപിക്കാം, ഒരു വിഷമമില്ല. ശരി, ഉണ്ണി മനസ്സിലൊന്നും വെക്കണ്ട കേട്ടോ. കേട്ടാ എന്ത് കാര്യം ചെയ്യാൻ അറിയിച്ചോളൂ. ശരി എന്നാല് കാണാം. കണ്ടോ? എന്താ ഇപ്പൊ ശീതളുടെ ഒരു മാറ്റമല്ലേ? കണ്ടില്ലേ? റിട്ടയർഡായ ആൾക്കാർ ഇങ്ങനെ മാറുമോ? ഇതിന്റെ ഭാര്യ മണ്ടോദരി റിട്ടയർഡായി. മണ്ടോതിരി റിട്ടയർഡായി? അതെങ്ങനെ ഒരുമിച്ച്? അത് അവര് പ്രേമവിവാഹമല്ലേ, ഒരേ വയസ്സാണ് ഓ രണ്ടാം. അത് ശരി. ഇപ്പൊ മൂപ്പർ റിട്ടയർഡ് ആയിട്ട് വരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാത്ത കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായില്ലേ? പക്ഷെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരുണ്ട്. നമ്മളെ വാർഡ് 14 റിട്ടയർഡ് ആയി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ പാർട്ടിയിൽ ഒരു സ്ഥാനം കൊടുത്തു, വാർഡ് മെമ്പറും ആക്കി. ആണോ? ആടെ ആവേണ്ടത് ആരാ? ചന്താട്ടൻ എത്ര കഷ്ടപ്പെട്ടില്ല പാർട്ടിയിൽ പ്രവർത്തിച്ച്. മൂപ്പറെ തട്ടിമാറ്റി ഇവരെന്ന് ഏരിപ്പോ ഉണ്ടായത് വില്ലേജില് ഓറുണ്ട് മെമ്പർ. പാവം ചന്താട്ടി ഇപ്പൊ പാർട്ടി പ്രവർത്തനത്തിനടുത്തല്ല ഒന്നുമില്ല. അതാണ് ഇയാൾക്കിപ്പോ രാഷ്ട്രീയത്തിലേക്കാ കണ്ണ്. അതാ എന്നോട്. എനിക്ക് മനസ്സിലായത്. അതിനൊന്നും നിൽക്കണ്ടോ? പിന്നെ ഇപ്പൊ എന്തൊക്കെ ആവണം തോന്നും. ക്ലബിലൊക്കെ കാര്യം പറഞ്ഞില്ലേ? ക്ലബിലേക്കൊന്നും അടുപ്പിക്കണ്ട. നടക്കട്ടെ. ക്ലബ് പോയി അതന്നെ അത്രയും കാര്യം. മന്മഥന സേവ വരുന്നുണ്ടല്ലോ ഇങ്ങോട്ടി. അയാള് റിട്ടയർഡായി. ഇതെന്തോ റിട്ടയർഡായ ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ട് പോരുന്നത്? ഇനി അയാളെ ഓർപ്പിക്കൽ നമുക്ക് വെക്കാൻ കഴിയും. മോയിക്ക വരാ. ഈ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഈ കൊമ്പം വിഷു ആയിക്കോട്ടെ മൂപ്പർക്ക്. എന്തൊക്കെയാണ് മൊയ്തൂസേ? കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ല സാറേ. ഇതില് മധുരമുള്ളതാണോ ഇത്? ഷുഗർ ഉണ്ടല്ലേ? ഈ മധുരമില്ലാത്ത ബ്രെഡ് ഉണ്ടോ? ഇല്ല, മധുരമില്ലാത്ത ബ്രെഡ് ഇല്ല. ഇല്ല? അയ്യോ, ഈ മധുരമില്ലാത്തവർക്ക് കഴിക്കാം, മധുരം ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും ഇല്ല അല്ലേ? അതൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഇതിൽ നിന്ന് ഇച്ചിരി പഴം എടുക്കും. ഞാനിപ്പോ വരാറില്ലേ? കച്ചവടം കുറവാന്നോ? ഉണ്ട്, ആള് വരാതെ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരക്ക് കൂടുള്ളേ. ഓ ഇതെടുക്കാം അല്ലേ? ഇതെടുക്കാം. 1 കിലോ എടുത്താലോ? ഇപ്പൊ അടലം എടുത്താൽ മതിയോ? അല്ലേ? നാടൻ തന്നെ അല്ലേ? നാടൻ. ഈ നാടൻ കൊലയുണ്ടല്ലോ, നാടൻ പഴം എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. അതെന്റെ ഒരു വീക്ക്നെസ്സാ. ഞാൻ ഈ സർവീസിൽ ഇരിക്കുമ്പോ ഒരുപാട് പേര് ഇതുപോലെ വരുമ്പോ നാടൻ പഴം കൊണ്ട് തരാറുണ്ടേ. സ്നേഹ കേട്ടിട്ടുണ്ടായി. ഇപ്പൊ എത്രയായി? അപ്പോ 4055. എത്ര? 4055. ഇതെന്ത് സ്വർണ്ണ? സ്വർണ്ണപ്പഴ? ഇവിടുത്തെ പഴല്ലേ? പഴത്തിന് 55 ഉറുപ്പ്യ. പിന്നെ ഈ 4000 ഉറുപ്പ്യ നിങ്ങള് സർവീസിലുള്ള സമയത്തെ ഇവിടെ ഇടക്കിടക്ക് വണ്ടി നിർത്തിയിട്ട് വന്ന് സാധനം മേടിച്ച് പോകാറുണ്ട്. ചിലപ്പം തരും, ചിലപ്പം തരൂല. അപ്പൊ തരാത്ത കണക്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ മന്മഥൻ SI 4000. അപ്പൊ മൊത്തം ഒരു 4055 ഉണ്ടാവും. അവർ തന്നെ നമ്മൾ ഈ ജോലിയുടെ തിരക്കിന്റെ ഇടയില് വിട്ടുപോകുന്ന അത് ഇത് ഓർമ്മിപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ മറക്കാണ്ട് ഇവിടെ എഴുതിയൊക്കെയുണ്ട്. അതുകൊണ്ടാ കറക്റ്റ്. നന്നായി എഴുതി വെച്ചത് നന്നായി. ഇപ്പം 4000, ഇത് 4000, 4055. ഇപ്പൊ എടുത്തതിന് 55 അല്ലേ? ഇപ്പൊ 50 ഉണ്ട്. 50. ഒരു 5 ഉറുപ്പ്യ കൂടി വേണം. 5 ഞാൻ അടുത്ത് വരുമ്പോ തരാം. ഇങ്ങനെയാണ് മറന്നു പോണത്. ഇനിയിപ്പോ അതിങ്ങനെ കൂടി വരൂ കേട്ടോ. അടുത്ത വരുമ്പോ തന്നാളി കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ അകത്ത് പേരിൽ SI എന്നുള്ള പേര് വെട്ടാലോ അല്ലേ? മന്മഥൻ മാത്രം മതിയല്ലോ. ശരി. വലിയ ഭാഗ്യാണ് കിട്ടിയത്. കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചല്ല. കറക്റ്റ് പൈസ മൂപ്പരെ കൈമരും. പഠിച്ചോനെ നിങ്ങൾ കാത്ത്. അല്ലാ, എന്താണ്? എന്തൊക്കെയാണ് സാറേ? സുഖം. ഇല്ല, വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും കൂടെ റിട്ടയർമെന്റ് ലൈഫ് അടിച്ച് പൊളിക്കണെന്ന് കേട്ടല്ലോ. എന്താ അടിപൊളി വരുമാനം സാറേ.
വഴക്കൂടാത്ത ദിവസമില്ല. ഈ ആദ്യം നമ്മൾ ഈ സർവീസിൽ ഇരിക്കുമ്പോഴേ നേരം വെളുക്കുമ്പോ തന്നെ നമുക്ക് അങ്ങോട്ട് ഓഫീസിലേക്ക് ഇറങ്ങി പോവാം. ഇതിപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കല്ലേ, അടിയല്ലാതെ വേറെ എന്താ. ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് സാറേ വീട്ടിലും. എന്ത് പറയാനാണ്, നമ്മൾ ഈ പോലീസിലായിരുന്നോണ്ട് കുറെ പോലീസ് മുറയൊക്കെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതെ അതെ അപ്പൊ അതൊക്കെ കാണിക്കാതിരിക്കാതെ നമുക്ക് ഇങ്ങനെ വന്നു പോകും. ഭാര്യയ്ക്കും പിള്ളേർക്ക് അതൊന്നും ഇഷ്ടമല്ല. അതെ അതെ അതെ. അപ്പൊ ഞാൻ ഒരു വിധം ഞാൻ പറഞ്ഞു, ഞാൻ ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തിക്കുക. പോലീസ് ആയപ്പോ ഓക്കെ. അതെ സാറേ, എന്ത് ചെയ്തു സാറേ. അതെ അതെ അതെ. പിന്നെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഞാൻ ഇങ്ങനെ ആലോചിക്കും. എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും എൻഗേജ് ആയിട്ടിരുന്നാലും നമുക്ക് കുറെ സമയം അങ്ങ് പോയി. സത്യം പറഞ്ഞ മന്മോഹൻ സാറേ, ഞാനതിപ്പോ ഇന്നും കൂടി ആലോചിച്ചോളൂ. അതെല്ലേ? കാരണം പിന്നെ നമ്മളിപ്പോ ഇന്ന് ഞാൻ ഇരുന്ന് ബോറടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിലേ അങ്ങനെ പറ്റുള്ളൂ നമുക്ക്. നമ്മൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ ഇരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് മാറുമ്പോ നമുക്ക് ആദ്യമൊക്കെ വിചാരിച്ചു വീട്ടിൽ കുറച്ച് ദിവസം ഇരിക്കണം, മതി ഈ പണിയൊക്കെ. പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല സാറേ. ഞാനിങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വിലയ്ക്ക് നിലയ്ക്കുള്ള എന്തെങ്കിലും ഇതിലല്ലേ നമുക്ക് ചെന്ന് ചേരാൻ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. സാറിന് അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ഈ പെൻഷൻ സംഘടനയിലൊന്ന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അവന്മാര് പറയാം ആദ്യമേ മെമ്പർഷിപ്പ് എടുക്കണം പോലും. അവന്റെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇവൻ പറയുന്ന വായ തോന്നിയത് കേൾക്കാൻ വേണ്ടി നമ്മള് മെമ്പർഷിപ്പ് എടുത്ത് ആ മീറ്റിംഗ് പോയിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിന്? അതിൻ്റെ അത് ഒരു കാര്യമില്ല സാറല്ല. നിങ്ങളുടെ ഈ സമുദായ സംഘടനയിലൊക്കെ ഒന്ന് സാറിന് നോക്കിക്കൂടെ? സമുദായ സംഘടനയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വല്ലോനും മരിച്ചാലും ജനിച്ചാലും ഒക്കെ നമ്മൾ അവിടെ പോകണം. അത് വേണം, കയറി ഇറങ്ങണം. അത് ഇങ്ങനെ പിന്നെ വല്ലോന്റെ ഒക്കെ വായിലിരിക്കുന്നത് നമ്മൾ കേൾക്കണം. അത് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു സുഖമായിട്ട് തോന്നിയില്ല. അത് വേണ്ട. പിന്നെ പാർട്ടിയില് എങ്ങാനും ജോയിൻ ചെയ്യാം. അത് കൊള്ളാം. പക്ഷെ നമ്മളൊന്നും ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നിട്ടൊരു നേതാവായിട്ട് കയറാൻ പറ്റില്ല. അണിയായിട്ടൊക്കെ നമ്മുടെ പട്ടി പോവും. അല്ല പിന്നെ നമ്മൾ ഇത്രയും വർഷം സർവീസിൽ ഇരുന്ന് ഉണ്ടാക്കിയെടുത്ത വിലയും നിലയും ഒറ്റ നിമിഷം കൊണ്ട് കുറേമാരുടെ മുമ്പിൽ അടിയറ വെക്കേണ്ട ഒരു കാര്യമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല സാറേ. പിന്നെ ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് വീട്ടിൽ ഇരിക്കുമ്പോ പഴയ യൂണിഫോം കാക്കി പാന്റും ഷൂസും തൊപ്പിയും ഇതൊക്കെ കാണുമ്പോ ഉണ്ടാവണം ഒരു ഒരു അത് മാറുമായിരിക്കും. സാറ് കാഞ്ച് ഞാനവിടെ ആകാൻ കയറി. എന്തെങ്കിലും പരിപാടി ഞാൻ നോക്കട്ടെ സാറേ. നമുക്ക് പറ്റിയ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അറിയിച്ചോ. ഞാൻ റെഡി. ഞാൻ വണ്ടി വരുന്നുണ്ടേ, നോക്കണം. അവിടെ പോലീസ് ചെക്കിങ് നടക്കുന്നത്. ഈ തെണ്ടികൾക്ക് വേറെ ഒരു പണിയില്ല. രാവിലെ ജീപ്പോട്ട് ഇറങ്ങി. സാറ് ഹെൽമെറ്റ് എടുത്തില്ലല്ലേ? ലൈസൻസ് ഇല്ല സാറേ. പിന്നെ ഹെൽമെറ്റ് അല്ല, സാറ് പോലീസല്ലേ, പറഞ്ഞാൽ മതിയല്ലോ. അതായിരുന്നു, ഇപ്പൊ അല്ലല്ലോ. പിന്നെ വെറുതെ എന്തിനാ അവന്മാരെ കാല് പിടിക്കണേ? എല്ലാം ജാടകളാണ്. നമുക്ക് അപ്പുറത്ത് വേറെ വഴി, അതുവഴി പോവാം. അവിടെ ചെക്കിങ്. പണ്ടത്തെ കാലത്ത്, പണ്ടെന്നല്ല ഇപ്പോഴും എന്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, ഒരു മാങ്ങയോ അല്ലെങ്കിൽ ഒരു തേങ്ങയോ ഒരു ചക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇല്ലാത്തവന് കൊടുക്കും, അല്ലേ? ചോദിക്കാൻ പോലും നമ്മൾ കാത്തു നിൽക്കില്ല. അവിടെ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മളത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി സന്തോഷത്തോടുകൂടി ചിരിച്ച മുഖത്തോടുകൂടി കൊടുക്കും. അപ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു ഭാവമുണ്ട്. ആ ഭാവം കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി ഈ ലോകത്ത് എന്ത് ചെയ്താലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇന്നു മുതലെങ്കിലും നമ്മൾ തീരുമാനിക്കണം. എന്ത് തീരുമാനിക്കണം? മറ്റുള്ളവരും കൂടി ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. മനുഷ്യരെ മാത്രമല്ല ഞാൻ പറയുന്നത്, മറ്റ് ജീവജാലങ്ങൾ, ചെടികൾ, അല്ലേ? ചെടികൾക്ക് നമ്മൾ വെള്ളം കൊടുക്കണം. ഒരു നായ ഓടി വന്നാൽ അതിനെ ആട്ടിപ്പായിക്കല്ല വേണ്ടത്, അതിന് കുറച്ച് വെള്ളം കൊടുക്കണം. എങ്കിലേ നമ്മൾ മനുഷ്യരാകൂ, അല്ലേ? അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും എന്ത് ശ്രദ്ധിക്കും? ഒരാളെ കാണുമ്പോൾ ചിരിക്കുക, സംസാരിക്കുക, മറ്റുള്ളവന്റെ വേദന മനസ്സിലാക്കുക. നമ്മളെ കൊണ്ടാകും വിധം എന്ത് സഹായവും ഒരു ലാഭേച്ഛയോടും കൂടാതെ നമ്മൾ ചെയ്യുക. അപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ധന്യമാകുള്ളൂ.
അല്ലാതെ നമ്മൾ ഇങ്ങനെ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ ഒക്കെ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്കൊന്നും കിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു വരുമ്പോൾ ഈ ലോകത്തിന്റെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണ്. കാരണം ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഒന്നും നേടാതെ ആരൊക്കെയോ ജീവിച്ചു മരിക്കുന്നു. ഇങ്ങനെയല്ലല്ലോ വേണ്ടത്. എനിക്കതിൽ വല്ലാത്ത വിഷമമുണ്ട്. സത്യത്തിൽ ഇത്തരം പ്രഭാഷണങ്ങൾ ലോകം മുഴുവൻ ഓടി നടന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറയണം. അതാണ് എന്റെ ആഗ്രഹം. ഈ സമയത്ത് ഇതിൽ കൂടുതൽ ഒന്നും പറയാൻ എനിക്ക് കഴിയുന്നില്ല. തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോ കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. വരുമ്പോ അയൽപക്കക്കാരെ വിളിക്കുക, ബന്ധുക്കളെ വിളിക്കുക, വളരെ സന്തോഷമായിട്ടിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോ ഇപ്പോ നിങ്ങളുടെ മുഖത്തുള്ള ഈ സന്തോഷത്തിന്റെ ഇരട്ടി സന്തോഷം എനിക്ക് കാണാൻ സാധിക്കണം. അപ്പൊ ശരി, അടുത്ത ആഴ്ച കാണാം. എങ്ങനെയുണ്ടായി പ്രഭാഷണം? അസലല്ലേ? മാഡം നമസ്കാരം. പ്രഭാഷണം ഞാൻ കേട്ട്. എന്ത് നല്ല അർത്ഥവത്തായ വാക്കുകൾ. താങ്ക് യു. ഉയർന്ന ചിന്ത ഉണ്ടെങ്കിലേ നമ്മുടെ നാവിൽ ഇത്തരം ഭാഷകളൊക്കെ വരുള്ളൂ. എവിടുന്ന് കിട്ടി മാഡത്തിന് ഇത്തരം അറിവുകളും അനുഭവങ്ങളും ഒക്കെ? അല്ല, അത് ഈ പറയും പോലെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് പറയുന്നത്. സർവീസിൽ നിന്ന് പോകുന്നതിന് ശേഷമായിരിക്കും ഇത്തരം അനുഭവങ്ങളിലൂടെ മാഡം കടന്നു പോയതല്ലേ? അല്ല, ഒരു 2 വർഷം മുമ്പ് മാഡത്തിനെ കാണുമ്പോ ഇത്രയും സാത്വിക ഭാവം ഉണ്ടായില്ല, ഇത്രയും നന്മയൊന്നും ഉണ്ടായില്ല. എന്നെ മനസ്സിലായ മാഡത്തിന്? എവിടെയോ കണ്ട പോലെ. എവിടെയോ അല്ല, എന്റെ പേര് പാരിജാതൻ. ഞാൻ 1-2 വട്ടം വീട്ടിലും വന്നിട്ടുണ്ട്, നിരവധി തവണ ഓഫീസിലും വന്നിട്ടുണ്ട്. മാഡത്തിന്റെ ഡിപ്പോയിൽ ഒഴിവ് വന്ന ഒരു 3 വേക്കൻസി യഥാസമയം റീജിയണൽ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാതെ ജോലി നഷ്ടപ്പെട്ട ഒരുത്തനാണ് ഞാൻ. മാഡത്തിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞ്, ഞാൻ ഏജ് ഓവറാണ്, എൻ്റെ അവസാന ചാൻസാണ്, മാഡം ഒന്ന് വിചാരിച്ചെങ്കിൽ എനിക്കൊരു ജീവിതം ഉണ്ടായിപ്പോയേനെ. അങ്ങനത്തെ മാഡമാണ് ഇപ്പൊ സർവീസിൽ നിന്ന് പോന്നപ്പോ സ്ത്രീകളെ ഉദ്ധരിക്കാൻ ഇറങ്ങിയേക്കണത്. നാണമില്ലല്ലോ നിങ്ങൾക്കൊക്കെ. ഇപ്പൊ പെൻഷൻ മേടിച്ചോണ്ടിരിക്കുമ്പോ ജോലിയില്ല, അധികാരം ഇല്ലാതെ ആകുമ്പോ എല്ലാവരും വേണം, അംഗീകാരം വേണം അല്ലേ? അടുത്ത ആഴ്ച മാഡത്തിന് എവിടെയാണ് പ്രഭാഷണം? ഇല്ല, അടുത്ത ആഴ്ച എവിടെയാണ്? ഇല്ല, അവിടെ ഞാനും ഉണ്ടാവുകയെ. എന്തിനാ? എനിക്കിപ്പോ ഈ മൈക്ക സെറ്റിന്റെ പണിയാണ്. നാളത്തിന്റെ പ്രഭാഷണത്തിന് മുമ്പേ എൻ്റെ ഒരു പ്രഭാഷണമുണ്ട് എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ. അപ്പൊ അതും കൂടി ഒന്ന് കേക്ക്. ആളുകളെ നന്നാക്കാൻ ഇറങ്ങിയൊക്കെയാണ് കുറിയും തൊട്ട്. എന്നെ ആളുകൾ നിൽക്കുമ്പോ പറയണമെന്ന് ഓർത്താണ്. പിന്നെ എൻ്റെ ഒരു മര്യാദ കൊണ്ടാണ് ഞാൻ അപ്പൊ പറയാഞ്ഞത്. വണ്ടു മാഡം. കാര്യം ഇവിടെ കുറെ നേരമായി നോക്കാന്ന് വെച്ചാൽ വല്ല പറയുമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്താലോ. സാറേ, ബാക്കിലെ ഡോറിന്റെ ലോക്കാണ് തുറന്നു കിടക്കുന്നത്. നിങ്ങൾ വന്നപ്പോ ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു? ഇങ്ങനെ കിടക്കായിരുന്നു സാർ. എത്ര മണിക്കായിരുന്നു സംഭവം? ഇത് ഞങ്ങൾ ഏകദേശം പുലർച്ചെയായി ഇവിടെ എത്തിയപ്പോ ഒരു 4 മണി 4:30 ആയിട്ടുണ്ടാവും. നിങ്ങൾ എന്നാ പോയത് ഇവിടുന്ന്? ഞങ്ങളൊരു 5 ദിവസമായി. 5 ദിവസമായിട്ട് നിങ്ങൾ ഇവിടെ ഇല്ല?
ഇങ്ങനെ ദൂരോട്ടൊക്കെ പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്? ഉവ്വ് സാറേ, അത് ഞങ്ങള് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോ വാട്ടക്കപ്പ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആങ്ങള. വാട്ടക്കപ്പേ വാട്ടക്കപ്പ എന്താ സംഭവം? വാട്ടക്കപ്പ എന്ന് പറഞ്ഞ സാറേ, കപ്പ അങ്ങനെ തൊലി കളഞ്ഞിട്ട് നമ്മള് അത് നന്നായിട്ട് ചെത്തി പുഴുങ്ങി ഉണക്കിയെടുക്കും. അത് നന്നായിട്ട് നമ്മള് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമുള്ള ഒരു സാധനം അത്. അതല്ലേ? പിന്നെ വേണമെങ്കിൽ നാളികേരം ഇതൊക്കെ ഇട്ടിട്ട് വേറെയും കൊലത്തി. ഞാൻ കപ്പ പുഴുങ്ങണ കാര്യമല്ലേ ചോദിച്ചത്, പിന്നെ എന്താ ഉണ്ടായെന്നാ ചോദിച്ചത്. പിന്നെ ഞങ്ങള് വന്നപ്പോ ഇയാള് പെട്ടെന്ന് ഇവിടുന്ന് ഓടി ഇറങ്ങുകയാണ് ചെയ്തത് സാറേ. അല്ല, അപ്പൊ ഇയാളെ കണ്ടോ? ഈ ഓടിപ്പോണ ആളെ കണ്ടോ നിങ്ങള്? ആളെ ഒരു മിന്നാട്ടം പോലെ അങ്ങനെ ഒരു രൂപം ഇങ്ങനെ ഓടിപ്പോണ പോലെ കണ്ടു, അത്രേ ഉള്ളൂ. തിരിച്ചറിയില്ല കണ്ടാലേ? കണ്ട അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. രമേശ്, ഇതെല്ലാം നോട്ട് ചെയ്യ. ഇതിപ്പോ പൊറോട്ട, ബീഫ്. അതെ സാറേ, ഈ കക്കാൻ മുമ്പ് പൊറാട്ടയും ബീഫും റമ്മുമായിട്ട് പോയിട്ട് ഈ കക്കണ വീട്ടിൽ അത് കഴിച്ച് കിടന്നുറങ്ങണ ഒരാളേ ഉള്ളൂ, ആ പേര് മണി. അവനെ പൊക്കിയാലോ? അവൻ അകത്ത് കിടക്കല്ലേ? ആ അതെ അതെ. അല്ല, അതുപോലത്തെ വേറെ ആരെങ്കിലും? നമുക്ക് അന്വേഷിക്കാം. ഇന്നലെ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ആയിക്കോട്ടെ സാറേ, ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സഹായം. 40-40 പവൻ സ്വർണ്ണാണ് പോയേക്കണേ സാറേ മരുമാൻ. 40 പവന്റെ സ്വർണ്ണൊക്കെ വീട്ടിൽ വെച്ചിട്ട് ആരെങ്കിലും പോവോ? അത് ലോക്കറിൽ വെക്കാറുന്നില്ലേ? ലോക്കറിൽ വെക്കാറുണ്ട് സാറേ. ഇപ്പൊ 1-2 വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടിട്ട് എടുത്തതാ. പിന്നെ ഒരു കല്യാണം കൂടി ഉണ്ടെന്നപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് കൊണ്ടുവയ്ക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മരുമകളെ എവിടെയാ? മരുമകള് വീട്ടിൽ പോയിരിക്കാണ്. സ്വർണ്ണം ഇവിടെ വെച്ചിട്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്. അപ്പൊ അത് ഇനിയിപ്പോ 40 പവന്റെ സ്വർണ്ണം ഇവിടെ വെച്ചിട്ട് മരുമകള് വേറെ വഴിക്കും, വീട്ടുകാര് വേറെ വഴിക്കും. ഞങ്ങള് പെട്ടെന്ന് അങ്ങനെ കുട്ടികളൊന്നും ഇല്ല, ഒന്നൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു. കാശ് വല്ലതും പോയോ? കാശൊന്നും പോയില്ല. അതെ, ഇതിപ്പോ പിടിപ്പുകേട് നിങ്ങളുടെ ഭാഗത്താ. ഇവിടെ പോലീസും പോലീസ് സ്റ്റേഷനൊക്കെ പിന്നെ എന്തിനാ? ഒന്നാ ഇൻഫോം ചെയ്തിട്ട് പൊക്കൂടായിരുന്നോ? വാസുദ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിപ്പിക്കാം. സ്റ്റേഷൻ വരെ വരാം. ആയിക്കോട്ടെ സാർ. ഈ വീട്ടിൽ ആരാ താമസിക്കണേ? ആ, ഇവിടെ ഒച്ചപ്പാട് ബഹളം എല്ലാം കേട്ടായിരുന്നു സാറേ. ഞാൻ 2 അടിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിപ്പോയി സാറേ. എവിടെയുള്ളതാ? അടുത്തുള്ള സാറേ. എന്ത് ചെയ്യുന്നു? കൂലിപ്പണി സാറേ. ആ, എവിടെയുള്ളതാ? ഞാൻ ഒരു കുറച്ചങ്ങോട്ട് മാറിയുള്ളൂ. നിങ്ങൾ മാറിയ സ്ഥലമില്ലേ? ഏത് സ്ഥലമാണ്? 3-4 കിലോമീറ്റർ അപ്പുറം. 4-5 കിലോമീറ്റർ അപ്പുറമുള്ള നിനക്ക് ഇവിടെ എന്താ കാര്യം? സാർ, ജീപ്പും പോലീസിനെയൊക്കെ കണ്ടപ്പോൾ എന്തോന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒന്ന്. നീ ഇതിനു മുമ്പ് ജീപ്പും പോലീസിനെ ഒന്നും കണ്ടിട്ടില്ല? ഉണ്ടല്ലേ, ഈ വീട്ടിൽ ആദ്യമായിട്ടല്ലേ. അതുകൊണ്ട് അന്വേഷിക്കാമല്ലോ എന്ന് വെച്ചു. എന്നാ പിന്നെ നീ അന്വേഷിക്കും, ഞങ്ങൾ പോലീസുകാർ മാറി തരാം. അല്ലേ ഞാൻ പോക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. സ്റ്റേഷൻ വരെ വരേണ്ടി വരും. ഇവിടെ അങ്ങനെ കറങ്ങൊന്നും വേണ്ട കേട്ടോ. എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ അറിയിക്കാം. എന്തായാലും ഇവിടെ കിടന്ന് കറങ്ങുന്നില്ല. സത്യത്തിൽ എപ്പോഴേ ഈ സംഭവം നടന്നത്? ഞാൻ രാവിലെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക്. അപ്പൊ നീ കണ്ടെങ്കിൽ നിനക്ക് ഓടിച്ചിട്ട് പിടിക്കായിരുന്നില്ലേ? പിന്നെ ഒന്നാതെ പേടിച്ചിട്ടാ പോണേ. ഇനി അവന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടണെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ മിണ്ടാഞ്ഞു. എന്നാലും 40 പവനേ, അത്രയും സ്വർണ്ണം ഒരു വീട്ടിൽ സൂക്ഷിക്കാമോ? എന്തെങ്കിലും 40 പവൻ വീട്ടിൽ സൂക്ഷിച്ചു ലോക്കറിൽ വെച്ചൂടെ? വേറൊരു കാര്യം ശ്രദ്ധിച്ച, അയാൾ എന്ത് മാന്യനാണ് നമ്മുടെ മുമ്പിൽ. കള്ളു കുടിക്കൂല, ബീഡി വലിക്കൂല. എന്നിട്ട് ഇപ്പൊ കേറിയ കള്ളൻ അവിടെ ഇരുന്ന പൈൻ്റെ കൊടുത്ത് കുടിച്ച് പൊറോട്ടയും ബീഫും നിന്നിട്ടാ പോയെന്ന്. ഇയാൾ ഒറ്റക്കിരുന്ന് വീട്ടിൽ നിന്ന് അടിക്കണേ. പിന്നെന്തെന്ന്? അല്ലെങ്കിൽ ഒരു നാട്ടിൽ മദ്യം വന്ന് കാണാ. ഒരു മിന്നാനില്ല, ഞാനും ആകെ പേടിച്ചു പോയില്ല. ഈ സാധനം എന്താന്ന് പോലും അറിയാൻ പാടില്ലാണ്ട് കുറെ കൂടെ ചാട്ടം പോലീസ്
പോലീസ് കിടന്ന് കറങ്ങി. മൈൻഡ് ചെയ്യണ്ട. നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്താ അവിടെ? വെറുതെ ഒന്ന് സാറേ സംസാരിക്കാറുണ്ട്. എന്താ പരിപാടി ഇവിടെ? വെറുതെ നിന്ന് സംസാരിക്കാൻ. വെറുതെ നിന്ന് സംസാരിക്കാൻ. നമ്മളെ അയൽവക്കക്കാരാണ് സാർ. അപ്പൊ ഒന്ന് ഇവിടെ നിന്ന് സംസാരിച്ചാണ്. ചൂടായതുകൊണ്ട് ഇങ്ങനെ ഇവിടെ എന്താ മഴയുണ്ടോ അതോ മഞ്ഞുണ്ടോ? അല്ല ഇവിടെ തണലുണ്ട്. ഓ അത് ശരി. എവിടെ ഉള്ളതാ നീയൊക്കെ? ഞങ്ങൾ ഈ പരിസരത്തുള്ള സാറേ. പരിസരത്ത് വീടും സ്ഥലവും അഡ്രസ്സും ഒന്നും ഇല്ലടാ. വീട് ഇതിന്റെ പുറകിലാണ്. ഇവിടെ മോഷണം നടന്ന ശീതളിന്റെ വീടിന്റെ അടുത്താണ്. ഒരു 500 മീറ്റർ ദൂരാണ് എന്റെ വീട്. ഇവന്റെ തൊട്ടടുത്താണ്. കുറച്ചും കൂടെ അങ്ങോട്ട് പോകും. ഈ ശീതളിന്റെ വീട്ടിൽ ഇന്നലെ എന്താ നടന്നെന്ന് അറിയാം? ഇപ്പൊ കള്ളം കയറി എന്ന് പറയണ്ടായി. കള്ളം കയറി എന്ന് പറയണ്ടായി. തനിക്കെന്താ പണി? എനിക്കങ്ങനെ പണിയൊന്നുമില്ല. എന്റെ പേരെന്താ? എന്റെ പാരിജാതൻ. എന്താ പണിയാണൊക്കെ? ഇല്ല, വൈഫ് തൊഴിലുറപ്പിന് ഉണ്ട്. ഇല്ല സാറേ, മോഷ്ടിക്കാറില്ല. വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ അവൾ അറിയാതെ എടുക്കുമെന്നല്ലാതെ മോഷ്ടിക്കാറില്ല. പരിചയമുണ്ട്. മോഷണാണോ? ഇല്ല സാർ, ഞാൻ വീടുകളിൽ പത്രം ഇടുന്നതാണ്, ദിനപത്രം. അതെ. അപ്പൊ ഈ ശീതളിന്റെ വീട്ടില് പത്രം ആരാണ്? ഞാൻ ഇടല്. ഓ, അപ്പൊ ഇന്ന് കാലത്ത് പത്രം ഇടാൻ പോയിരുന്നോ? അല്ല, അവര് ഒരു 5 ദിവസം ഇവിടെ ഉണ്ടാവില്ല. അവിടെ ബന്ധു വീട്ടിൽ പോന്ന്. അതുകൊണ്ട് പത്രം ഇടണ്ട, പത്രം ഇട്ട ആളില്ല, താമസമില്ലാത്ത വീടെന്ന് പറയും. അതുകൊണ്ട് പത്രം ഇടണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇട്ടിട്ടില്ല. സാറേ, 5 ദിവസമായിട്ട് ശീതളിന്റെ വീട്ടിൽ ആരും ഇല്ലാന്ന് അറിയണ ഒരേ ഒരാള്. എന്താ നിന്റെ പേരെന്താ? എന്റെ പേര് രാഘവൻ. രാഘവനാണ്. രാഘവൻ കഴിക്കുവോ? ഒന്ന് കിട്ടിയാൽ കുറച്ച് കഴിക്കും. റമ്മാണ് പതിവായിട്ട് കഴിക്കാറല്ലേ? അതെ അതെ. ടച്ചിങ്സിന്റെ ബീഫും പൊറോട്ടയും. അയ്യോ, ബീഫ് ഞാൻ കഴിക്കൂല സാറേ. അപ്പൊ സ്ഥിരമായിട്ട് ബീഫ് കഴിക്കാറില്ല. ഇന്നലെ ബീഫും പൊറോട്ടയും കൂട്ടിയിട്ട് റമ്മ് രാത്രി അടിച്ച് പൊളിച്ച് കഴിച്ച് അല്ലേ? ഇല്ല സാറേ, ഞാൻ ബീഫ് കഴിക്കില്ല. കഴിഞ്ഞ 5 ദിവസമായിട്ട് ശീതളന്റെ വീട്ടിൽ ആളില്ലാന്ന് അറിയാവുന്ന ഒരേ ആള് നീയാണ്. അത് മുതലെടുത്ത് നീ ഇന്നലെ ശീതളന്റെ വീട്ടിൽ കയറി മദ്യപിച്ച് പൊറോട്ടയും ബീഫും എല്ലാം കഴിച്ചിട്ട് അവിടെ ഉള്ള സ്വർണ്ണം എല്ലാം അടിച്ചോണ്ട് പോയി അല്ലേ? അയ്യോ, രാഘവൻ അങ്ങനത്തെ ആളല്ല സാറേ. നിന്നോട് ചോദിച്ചാ നീ ആരാ ഈ നാട്ടിൽ എല്ലാവർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളാ? എങ്ങനെയാടാ? അല്ല സാറേ, ഞാൻ പത്രം ഇടണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ കുട്ടൻ. കുട്ടൻ. ഇവൻ ശീതളേട്ടന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളതാണ്. ഈ കള്ളൻ ഓടിയത് കണ്ടെന്ന് ഇവൻ പറയുന്നുണ്ട്. എന്താണ് നിന്റെ പരിപാടി? എനിക്ക് വെട്ടാം. അല്ല, റബ്ബർ വെട്ടാണ്. ഓ, അപ്പൊ നീ ശീതളിന്റെ വീട്ടിൽ വന്ന ആളെ എങ്ങനെ കണ്ട്? സാറേ, ഞാൻ രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്ന ടൈമിന് ശീതളേന്റെ അവിടെ നിന്ന് ഒരു ഒച്ചയിട്ട്. അപ്പൊ ഞാൻ അവിടെ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു സാധനം മതിലിൽ കൂടി അങ്ങ് ചാടി ഫോണ് കണ്ടായിരുന്നു. ഒരാളാ? ഒരു മിന്നായം പോലെ. സമയപ്പോ ഒരു 3:30-4 മണി ആ ടൈം. ആ സമയത്ത് പോവും റബ്ബർ ടാപ്പിങ്ങിന്. അതെ, നീയും നിന്റെ കൂട്ടുകാരനും കൂടെയാണ് മോഷണം നടത്തിയത്? അയ്യോ സാർ, അല്ല. ഞാൻ അല്ലടാ. അല്ല. 4 മണിക്ക് നീ എങ്ങനെ അവൻ ചാടണ സമയത്ത് നീ അവിടെ എത്തി? സാറേ, അവിടെ ഒരു ശബ്ദം കേട്ടപ്പോ അങ്ങോട്ട് ചെന്ന് നോക്കിയതാ. ശീതളേട്ടൻ കരയണ കേട്ടെന്ന് അവൻ പറഞ്ഞത്. അയാളെ കണ്ടാ തിരിച്ചറിയോ? ഒരു മിന്നായം പോലെ ഒരു സൈഡ് കണ്ടാ അറിയാൻ പറ്റും. ഈ സൈഡ് തിരിഞ്ഞാടാ. ഈ സൈഡ് നോക്കി. അങ്ങോട്ട് നോക്കണോ? സൈഡ് നോക്കേ. അല്ല സാർ, ഇവരൊന്നും അല്ല. അവരൊന്നും അല്ല. എന്റെ അച്ഛന്റെ പേരെന്താ? കുമാരേട്ടന്റെ മോനാണ് സാറേ, വലിയ പറമ്പില. എന്താണ് നിനക്കൊരു ഉറപ്പില്ലാത്ത? പേടിച്ചിട്ടാ. ഉച്ച കഴിയുമ്പോ സ്റ്റേഷനിലോട്ട് വാ. ഞങ്ങളും വരണോ സാറേ? വരേണ്ടി വരും, ഞാൻ അറിയിക്കാം. ഇവിടെ ഇങ്ങനെ കറങ്ങണ്ട. പോയാണ് സാർ. വീട്ടിൽ പോയാൻ സാർ. സുഗതൻ, സുഗത സാർ, നീ വന്നോടോ. എന്താ സാർ? അതെ, CI സാറ് മെസ്സേജ് ഇട്ടേക്കാ.
ആ ശീതളന്റെ അവിടെ മോഷണം നടത്തിയ പ്രതിയെ പിടിച്ചോന്ന് ചോദിച്ചിട്ട് എന്തായി ആ രേഖാചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ട്? റബ്ബർ ടാപ്പിങ്ങിന് പോണ കുട്ടൻ എന്ന് പറഞ്ഞൊരാളില്ലേ, ആ അയാളോട് എന്തൊക്കെ സംശയം ചോദിച്ചോണ്ടിരിക്കുകയാണ്, എന്നിട്ട് വരച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഒന്ന് സ്പീഡാക്കാൻ പറയേ. പക്ഷേ ഇന്ന് തീരുമെന്നാ പറഞ്ഞത്. ഇപ്പൊ തീരും. ആ ഇന്ന് തീരണം. തീരും. എന്നാലേ ഇനി പ്രതിയെ പിടിക്കാൻ പറ്റൂ. അല്ലാതെ എന്തെന്നും പറയും പ്രതിയെ പിടിക്കും. അതെ. ഒരു ധാരണയില്ലാതെ. എന്നാ അതിനുള്ള ഏർപ്പാട് ചെയ്യണോ? ഓക്കെ. എന്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അവിടെ ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ അവിടെ ഡ്യൂട്ടിക്ക് ഒരു പോലീസ് നിപ്പുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി. അതായത് നിങ്ങളിപ്പോൾ സ്റ്റേഷൻ വിളിച്ച് ഇനി SI തന്നെ വന്ന് ബ്ലോക്ക് മാറ്റണമെന്നുണ്ടോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഹലോ ഹലോ. ആ സാർ, രേഖാചിത്രം റെഡിയാ സാർ. ആയാ? ആളെ കണ്ടിട്ടേ എനിക്ക് എവിടെയൊക്കെ കണ്ട് നല്ല പരിചയമുണ്ട് ഇങ്ങനെ. അതുണ്ട്, പക്ഷെ ഇത് മലയാളി എല്ലാം തോന്നുന്നുണ്ട്. തമിഴ്നാട് കച്ചവടക്കാർ അങ്ങനെ വല്ല ടീമാണ് ഇത്. അല്ല സാർ, നാട്ടിൽ തന്നെ ഇതേ രൂപത്തിലുള്ള ആൾക്കാരെ കണ്ട പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നു. സുധാ, രൂപം കണ്ടിട്ടേ ആള് നിസ്സാരക്കാരനല്ല. എന്നാലും രാഘവേട്ടാ, ഇത്രയും വലിയൊരു മോഷണം ഈ അടുത്ത കാലത്ത് നമ്മുടെ പരിസരത്ത് ആദ്യമാണ്. പിന്നെ സംശയമുണ്ടോ? ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന ആരോ എടുത്തേക്കാണ്. ഇതിലാ കള്ളി അറിയുന്ന ആരോ ആണത്. ഇയാളുടെ അടുത്തൊക്കെ പൈസ ഉണ്ടെങ്കിലും പിശുക്കാണേ. അതെ അതെ അതെ. ആ ഇന്നാളെ അമ്പലത്തിന്റെ പിരിവിന് പോയപ്പോ 20 രൂപയാണ് തന്നത്. 20 റുപ്യ? ആ ഈ 40 പവൻ പെരക്കാത്ത് വെച്ചിട്ട്. ഇയാളുടെ അടുത്ത് എന്തുണ്ടാവണം? ഇങ്ങനെയുള്ളവരുടെ മുതലൊക്കെ ഇങ്ങനെ പോവുള്ളൂ. അത് ശരിയാ. ഇങ്ങനെ സ്വർണം വെച്ചോണ്ടിരിക്കരുന്ന്. എനിക്ക് 10 പവനായിട്ടാണ് കിട്ടിയ കല്യാണം കഴിച്ചത്. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാനാ ചവിട്ടിച്ചളക്കി വിട്ടിട്ട് എന്റെ കാര്യം കണ്ടു. എല്ലാം വിറ്റ് ടെൻഷനല്ലേ ഇത് വലമാരിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? പെണ്ണൊന്നും പറഞ്ഞിട്ടില്ലേ? പെണ്ണ് എപ്പോഴൊക്കെ കിടന്ന് പറയണ്ട്, ഞാൻ ചോദിക്കോളൂല. ഞാൻ കാലത്ത് ഇങ്ങാട് പോകും, പിന്നെ ചോറ് തിന്നാൻ ചെല്ലും, പിന്നെ ചോറ് നിന്നിട്ട് ഇവിടെ വന്നിരിക്കും, പിന്നെ ഉറങ്ങാനല്ലേ ചെല്ലുള്ളൂ. അപ്പൊ എനിക്ക് വെളിവുണ്ടാവില്ല. ഞാനാ അല്ല ഓള്. ഓ കള്ളന്റെ വീഡിയോ പുറത്തിറങ്ങിണ്ട്. അങ്ങോട്ട് നോക്കി ഇപ്പൊ വാട്സപ്പിൽ വന്നാണ്. ഞങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടിരിക്കുന്നു. നമ്മളെ ജോസഫേട്ടല്ലേ, ജോസഫേട്ടന്റെ വീട്ടിലെ CCTV കിട്ടിയടാ. കണ്ടാ കള്ളൻ ബൈക്കിൽ കയറി പോണോക്ക്. ബൈക്കിൽ കയറി പോണ്. അല്ല ആളെ വ്യക്തമാകണ്ടല്ലോ. ആ പിടിക്കുന്നത് കുറച്ച് ഇരുളുള്ളതുകൊണ്ടല്ലോ പ്രശ്നമുള്ളൂ. എവിടെ പിടിക്കാൻ എന്നെ മൊയ് തൂക്കാം. ഇതൊക്കെ പോലീസുകാർക്ക് ബന്ധമുള്ളവര് അവര് വിട്ടെടുപ്പിക്കലാണ്ട് പപ്പാതി എടുത്തിട്ടുണ്ടാവും. പിന്നല്ലേ ഇപ്പൊ ഇത് കാശുള്ളവന്റെ വീട്ടിലാണെങ്കിലാ ഇപ്പൊ ഒരാളെ പിടിച്ചാന് ഇനി ആളെ കിട്ടിയില്ല ആരെങ്കിലും തല്ലി അവന്റെ തലയിൽ വെച്ചാന്. CCTV ഉള്ളൊരു ഗുണം മനസ്സിലായി. CCTVന്റെ കൂടെ ഇപ്പൊ മനസ്സിലാവുന്നേ. രാഘവേട്ട ഇതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിലോട്ട് ഇറക്കിലി പടക്കം എറിഞ്ഞില്ലേ, ഇതുപോലെ വീഡിയോ ഉണ്ടായി. പക്ഷെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ആളെ പൊക്കിയത്. അത് ശരിയാണ്. മറ്റേ പോലീസുകാർ ചിത്രമൊക്കെ വരയ്ക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടു. അത് ശരിയോ? അങ്ങനെയാണല്ലോ പിടിക്കുക. നമ്മള് പറഞ്ഞവർക്ക് അറിവ് വെച്ചിട്ട് ഇവര് അങ്ങനെയാണ് രേഖാചിത്രം ഉണ്ടാക്കുന്നത്. എന്താ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല ശീതള കിട്ടിയത് ഒരു വിവരമില്ല. ഒന്നും കിട്ടാനൊന്നും പോകണല്ലോ. എനിക്കറിയില്ല. അതൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി പരാതിയൊക്കെ കൊടുത്ത് അവര് വന്ന് അന്വേഷിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു. അല്ല ഓരോന്തോ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞു. ചിത്രം വരയ്ക്കാച്ചാൽ അതിപ്പോ ഈ രേഖാചിത്രം എടുക്കുമല്ലോ. അത് ഈ പോയ വളയുടെയും മാലയുടെയൊക്കെ അല്ലടാ. രേഖാചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ കള്ളൻ എന്ന് പറയുന്ന ആള് നമുക്ക് സംശയമുള്ള ഒരു രൂപങ്ങളൊക്കെ നമ്മൾ പറയാ. അയാളുടെ പുരികം ഇങ്ങനെയാണ്, അയാളുടെ മൂക്ക് ഇങ്ങനെയായിരുന്നു, തടിച്ച ആളാണെങ്കിൽ തടിച്ചത്, അയാളുടെ മുടി ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മള് പറയുമ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് വരയ്ക്കുന്ന ആളുകളുണ്ട്. ബോഡി ഷേമിങ് ആവോ? അത് ബോഡി ഷേമിങ്ങോ? അല്ല ഇപ്പൊ കറുത്താണ് തടിച്ച അതൊന്നുമില്ല. കള്ളനെ പിടിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. ബോഡി ഷേമിങ് ആളെ പിടിക്കുക. അല്ല ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ഒരാൾ പറയുമ്പോ വേറെ വേറെ ആയിരിക്കൂലേ? അതെ, നമ്മൾ പറയുന്ന ഏകദേശ രൂപങ്ങളാണ് ആവുമ്പോ ഫിറ്റ് ചെയ്യുക. സാധനം കിട്ടിയിട്ടില്ല, ആളെയും കിട്ടിയിട്ടില്ല, രൂപം കിട്ടിയിട്ടുണ്ട്. നമുക്ക് സംശയമുള്ള രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവര് വരയ്ക്കുന്നുണ്ട്. എന്തായാലും പിടിക്കൂ. പിടിക്കും.
പിടിക്കുമായിരിക്കും അവനെ കിട്ടിയ അതൊന്നും ഇനി കിട്ടാൻ പോണില്ല. അങ്ങനെ പറയല്ല എന്റെ പ്യാരി. എന്താ താനീ പറയണേ? എന്റെ മൂപ്പർ എനിക്ക് മനസ്സിലാവുണ്ടോ? എന്താ പറഞ്ഞ 10-20 ലക്ഷം രൂപയുടെ മുതലാണത്. അങ്ങനെ പറയല്ലേ. അല്ല ഇതേ വ്യക്തമായിട്ട് അറിയാവുന്നവരെ ഇത് ചെയ്യുള്ളൂ. അതെ. എനിക്കൊരു സംശയം ചെയ്തല്ലേട്ടാ, ഇനി നിങ്ങളുടെ മരുമോളെടുത്ത് അവളുടെ അച്ഛന് കൊടുത്തിട്ടുണ്ടാവോ? എന്താ പറയണേ? എന്താ താൻ പറയണേ? അല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്നാളെ നമ്മുടെ വീടിന്റെ അടുത്തേ എപ്പോഴും ഒരു ഇൻസ്റ്റാൾമെന്റുകാരൻ വരുമായിരുന്നു. ഇൻസ്റ്റാൾമെന്റുകാരനായിട്ട് ഈ പെണ്ണ് പ്രേമമായി. അവനെന്തോ ബുദ്ധിമുട്ട് വന്നപ്പോ ഈ മാലൂരി അവന് കൊടുത്ത്, എന്നിട്ട് കെട്ടിയാനോട് പോയിന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തു. അവസാനം പിടിച്ചപ്പോ എനിക്ക് ഇൻസ്റ്റാൾമെന്റുകാരൻ കൊണ്ടുപോയി. ഇത് അങ്ങനെ നമ്മുടെ കുടുംബത്തെ അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. ആ കുട്ടി പാവം. നാമത്തെ എന്താ ഒരു വൈൻഡ് അടിച്ചിട്ടാ പോണ്? അല്ല അതാണ് ആ പൊറോട്ടയും ബീഫൊക്കെ തിന്നിട്ടില്ലേ കള്ളേ? പൊറോട്ടയും ബീഫൊക്കെ തിന്നിട്ടായിരുന്നു. അത് നല്ല മുടിഞ്ഞ കള്ളൻ തന്നെയാണേ. അവന്റെ എല്ലാവിധ ഇതും അവിടെ ആസ്വദിച്ച് പിന്നെ സ്വർണ്ണല്ലേ കിട്ടിയതൊക്കെ എടുത്തോണ്ട് അവൻ പോയി. പിന്നെ ആ കള്ളം ബാക്കി വെച്ച് 1/2 ലിറ്റർ അവിടെ ഉണ്ടായ നിനക്കൊരു ഫുള്ള് വേറെ അങ്ങോട്ട് മേടിച്ചാൽ എന്തിനാ ആ കള്ളം കുടിച്ചതിന്റെ ബാക്കി കുടിക്കാതെ? എനിക്കറിയാൻ പാടില്ല. അല്ല പിന്നെ ഇവരിപ്പോ ഇതല്ലാണ്ട് വേറെ ഒന്നും ഇനിയിപ്പൊ അതിനിടയ്ക്ക് വേറൊരു കഥ കേൾക്കണോ? ഇതോ ഞാൻ ഇങ്ങനെ പെണ്ണിനെയും കൊണ്ടുകൊണ്ട് വരികയായിരുന്നു, വണ്ടൂനെയും കൊണ്ടേ. വരുന്ന വഴിക്ക് കയ്യാട്ടി നിർത്തി പോലീസ്. ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പുറകിലിപ്പോ ഇവളുടെ തലയിൽ ഹെൽമെറ്റ് ഇല്ല. അപ്പൊ അതാ പുറകിലിരുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇല്ല എന്നും പറഞ്ഞ് കൈ കാണിച്ചിട്ട് ഇപ്പൊ അതിന്റെ പേട അതും മേടിച്ചു വെച്ചിട്ട് പിന്നെ തെറ്റല്ലേ ശീതളേട്ടൻ ചെയ്തത്? അതൊക്കെ ശരി തന്നെ. ആരാ അപ്പൊ എന്റെ ഈ നിലയ്ക്കൊക്കെ നമ്മള് ചിന്തിക്കോ? അത് തന്നെ കള്ളനും ചിന്തിച്ചത്. ശീതളേട്ടന്റെ അലമാരിൽ വെറുതെ ഇരിക്കണല്ലേ, ഞാൻ എടുത്തോ പുള്ളി ഒന്നും പറയണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ.